السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. ظهر الفساد في البر والبحر بما كسبت أيدي الناس ليذيقهم بعض الذي عملوا لعلهم يرجعون. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും പാലിക്കണമേ എന്ന് ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉത്ബോധിപ്പിക്കുകയാണ്. പരിസ്ഥിതി ദിനം ആചരിച്ചു കഴിഞ്ഞ അവസരത്തിലാണ് നമ്മളുള്ളത്. ഐക്യരാഷ്ട്ര സഭയുടെ ആഹ്വാനമനുസരിച്ച് എല്ലാ വർഷവും ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത്. പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടതിനെക്കുറിച്ച് ആളുകൾക്ക് അവബോധമുണ്ടാക്കുകയും പ്രകൃതി ചൂഷണം തടയുകയും ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഉദ്ദേശലക്ഷ്യം. ഈ ദിനാചരണം ഒരു ആചാരമെന്ന രൂപത്തിൽ വർഷാവർഷം നടക്കുന്നുണ്ട് എങ്കിലും പരിസ്ഥിതിയെയും പ്രകൃതിയെയും ചൂഷണം ചെയ്യൽ അനുദിനം വർദ്ധിച്ചു വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മനുഷ്യൻ്റെ അത്യാഗ്രഹങ്ങൾ ഭൂമിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായി തീർന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ഭാഗത്ത് ലക്കും ലഗാനുമില്ലാതെ പരിസ്ഥിതി പരിഗണിക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഭൂമിയുടെ ചരമഗീതമായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ലക്ഷദ്വീപിലെ ബഹുരാഷ്ട്ര കുത്തകകൾക്കായി നടപ്പിലാക്കാൻ പോകുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ലക്ഷക്കണക്കിന് വൃക്ഷങ്ങൾ മുറിച്ചു നീക്കേണ്ടി വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ പല നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് കുന്നുകളും മലകളും ഒക്കെ ഇടിക്കുകയും നിരപ്പാക്കുകയും ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി പാറയും മണ്ണും ഒക്കെ ലഭിക്കുവാൻ വേണ്ടി മറുഭാഗത്ത് ആഗോളതാപനം വർദ്ധിപ്പിക്കുന്ന ഹരിതഗൃഹവാതകങ്ങളായ കാർബൺ ഡയോക്സൈഡും മീഥേൻ തുടങ്ങിയ വാതകങ്ങളുടെ അന്തരീക്ഷത്തിലുള്ളതിൻ്റെ അളവ് ക്രമാതീതമായി വർദ്ധിച്ചു വരികയാണ്. ഊർജത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വൻതോതിൽ കൽക്കരിയും പെട്രോളും ഒക്കെ കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ വർദ്ധിച്ചു വരികയാണ്. അതിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുവാൻ അത് കൂടുതലായി ഉപയോഗിക്കുന്ന ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് ദുഃഖകരമായ വസ്തുതയാണ്. ആഗോളതാപനം വർദ്ധിപ്പിക്കുമ്പോൾ അത് ഭൂമിയുടെ മരണത്തിലേക്കാണത് നയിക്കുന്നത്. ആഗോളതാപനം കാരണം മഞ്ഞുരുകി സമുദ്രജലം കരയെ ആക്രമിക്കുന്ന സംഭവങ്ങളുണ്ടാകുന്നു. കാട്ടുതീ കാരണം വനങ്ങൾ നശിക്കുന്നു.
മഴക്കാടുകളും മറ്റും നശിക്കുന്ന ദുഃഖകരമായ ഒരു കാഴ്ചക്ക് ഭൂമി സാക്ഷ്യം വഹിക്കേണ്ടി വരികയാണ്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ടും വനം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും 43 മില്യൺ ഏക്കർ വനങ്ങൾ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഇത്തരം ദിനാചരണങ്ങളൊന്നും തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിന് പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞ സന്ദർഭത്തിൽ ഇസ്ലാമിന് എന്ത് പരിഹാരമാണ് ഇതിന് നിർദ്ദേശിക്കുവാനുള്ളത് എന്നാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. വിശുദ്ധ ഇസ്ലാം പരിസ്ഥിതിയുമായി ഇണങ്ങുന്ന മതമാണ്. ഇസ്ലാമിൻ്റെ വീക്ഷണം എന്താണ് എന്ന് വെച്ചാൽ, മാനവ സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിനെ നമ്മൾ സമീപിക്കേണ്ടത് ഭൗതികമായി സമീപിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയമായ സമീപനം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നാണ്. ഒന്നാമതായി ഇസ്ലാം പറയുന്നത്, ഈ ഭൂമിയും അതിലെ അനുഗ്രഹങ്ങളും അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയൊരു അനുഗ്രഹമാണ്. പ്രകൃതി വിഭവങ്ങളും അതുപോലെ തന്നെയുള്ള എല്ലാ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ ഹിതത്തിനനുസരിച്ച് മാത്രമേ, അള്ളാഹു പറഞ്ഞ രീതിയിൽ മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ലംഘിക്കും വിധം പ്രകൃതിയിൽ മനുഷ്യൻ ഇടപെടലുകൾ നടത്തുമ്പോൾ അത് ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കും എന്നാണ്. അള്ളാഹു പറഞ്ഞതിൻ്റെ അപ്പുറമായിട്ട് ഭൂമിയിൽ മനുഷ്യൻ ഇടപെടുമ്പോൾ, പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുമ്പോൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാകും. ഖുർആനിൽ പറയുന്നുണ്ട്, 7-ാം അധ്യായം ആറാഫിലെ 56-ാം വചനത്തിൽ, വലാ തുഫ്സിദൂ ഫിൽ അർളി ബഅദ ഇസ്ലാഹിഹാ, ഭൂമിയെ അള്ളാഹു ശരിപ്പെടുത്തുകയും അത് നല്ല രൂപത്തിലാക്കുകയും ചെയ്തതിന് ശേഷം ഭൂമിയിൽ നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അള്ളാഹു പറയുക. ഭൂമിയിൽ അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്ന ഓരോ വസ്തുക്കൾക്കും അള്ളാഹു ഓരോ ജീവിതധർമ്മം അതിന് നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ജീവനുള്ളതായാലും ശരി, ജീവനില്ലാത്തതായാലും ശരി, എല്ലാ വസ്തുക്കൾക്കും അതിനൊരു ധർമ്മമുണ്ട്, അത് ഭൂമിയിൽ നിർവഹിക്കേണ്ട. ഖുർആൻ പറയുന്നുണ്ട് 20-ാം അധ്യായം സൂറത്ത് ത്വാഹയിലെ 50-ാമത്തെ വചനത്തിൽ, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, രക്ഷിതാവായ അള്ളാഹുവാണ് എല്ലാ വസ്തുക്കൾക്കും അതിൻ്റെ സൃഷ്ടിപ്പ് നൽകുകയും സുമ്മ ഹദാ, അതിനുള്ള മാർഗങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അള്ളാഹുവാണ്. ആ വസ്തുക്കൾക്ക് എന്തിനൊരു ഉദ്ദേശത്തിന് വേണ്ടിയാണോ, എന്തൊരു ധർമ്മമാണോ ഭൂമിയിൽ അത് നിർവഹിക്കേണ്ടത്, അത് നിർവഹിക്കുവാൻ നമ്മൾ അനുവദിക്കണം എന്നാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനമായ കാരണം, മനുഷ്യൻ അവൻ്റെ അത്യാഗ്രഹം കാരണം, അവൻ്റെ ദുരമൂത്ത് ഈ അള്ളാഹു സൃഷ്ടിച്ച വസ്തുക്കളുടെ ധർമ്മങ്ങൾ നിർവഹിക്കുവാൻ അതിനെ നമ്മൾ അനുവദിക്കുന്നില്ല എന്നാണ്. അല്ലേ? അതിനെ തടയുകയാണ് മനുഷ്യൻ ചെയ്യുന്നത്. ഉദാഹരണമായി പർവ്വതങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത് അതിൻ്റെ ധർമ്മം ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുകയും ഭൂമിക്ക് സ്ഥിരത നൽകുകയും അതിനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുക എന്നാണ്. വൽ ജിബാല ഔതാദ, പർവ്വതങ്ങളെ നാം ആണികളായി, ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആണികളായി നാം നിശ്ചയിച്ചിരിക്കുന്നു എന്നാണ്. മനുഷ്യൻ അനിയന്ത്രിതമായി, നിയന്ത്രണമില്ലാതെ ഈ പാറകൾ പൊട്ടിക്കുകയും കോറികൾ പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ ഈ സന്തുലിതാവസ്ഥക്കാണ് കോട്ടം സംഭവിക്കുന്നത്. അതിൻ്റെ ധർമ്മം നിർവഹിക്കുവാൻ നമ്മളതിനെ സമ്മതിക്കുന്നില്ല. ഇങ്ങനെ ഓരോ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥയും അതിൻ്റെ ധർമ്മവും മനുഷ്യൻ തടയുന്നതാണ് എല്ലാ കുഴപ്പത്തിനും കാരണം, പാരിസ്ഥിതിക ആഘാതത്തിന് കാരണമെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹരി ബിമാ കസബത് ഐദിന്നാസ്, മനുഷ്യരുടെ അമിതമായ ഇടപെടലുകൾ കാരണം, മനുഷ്യൻ്റെ ആർത്തി കാരണം, അത്യാഗ്രഹം കാരണം, അങ്ങനെ അവൻ ഭൂമിയിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്നത് കാരണം ഭൂമിയിലും കടലിലും ഒക്കെ തന്നെ കുഴപ്പം പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഈ
അമിതമായ ചൂടും അതുപോലെ തന്നെ കാലം തെറ്റിയുള്ള കാലവർഷവും അതുപോലെയുള്ള അപകടങ്ങളുമൊക്കെ മനുഷ്യൻ പ്രകൃതിയിൽ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന കുഴപ്പങ്ങളാണ്. ഈ കുഴപ്പങ്ങൾ അള്ളാഹു ഉണ്ടാക്കുന്നതിനാൽ യുദീഖുഹും ബഅദല്ലദീന അമിലു അവർ പ്രവർത്തിച്ചതിൻ്റെ ചില ദൂഷ്യവശങ്ങൾ അവർ അനുഭവിക്കുവാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങളും ദൂഷ്യങ്ങളും ഉണ്ടാകുമ്പോൾ ലാലവും യർജൂൻ പ്രകൃതിയെ നശിപ്പിക്കുന്ന പ്രവർത്തനത്തിൽ നിന്ന് അവർ മടങ്ങിയേക്കാം, അതിൽ നിന്നും അവർ പ്രവർത്തനം അവസാനിപ്പിച്ചേക്കാം എന്നാണ്. അപ്പോൾ ഭൂമിയിൽ അനുഭവപ്പെടുന്ന അത്യുഷ്ണവും വരൾച്ചയും അതിവർഷവും സുനാമിയും ഒക്കെ തന്നെ പ്രകൃതിയിലുള്ള മനുഷ്യൻ്റെ കൈകടത്തലുകൾക്ക് പകരമായിട്ട് ഉണ്ടാകുന്ന ആപത്തുകളാണ് എന്നാണ് വിശുദ്ധ ഇസ്ലാം പറയുന്നത്. ഭൂമിയെ ആശ്രയിച്ചാണ് മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും നിലനിൽപ്പ് തന്നെ. ഭൂമിയുടെ നാശം ഈ ജീവജാലങ്ങളുടെ നാശത്തിന് കാരണമായി തീരും. ഖുർആൻ പറയുന്നുണ്ട്, വല്ലർള വളഅഹാ ലിൽ അനാം, ഭൂമിയെ നാം നിശ്ചയിച്ചിരിക്കുന്നു. എന്തിനാണ് നിശ്ചയിച്ചത്? ലിൽ അനാം. അനാം എന്ന് പറഞ്ഞാൽ പടപ്പുകൾ, സൃഷ്ടികൾ, ക്രിയേഷൻസ് എന്നൊക്കെയാണ്. എല്ലാ പടപ്പുകൾക്കും എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും ചേതനയുള്ളതും അചേതനമായ വസ്തുക്കൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഭൂമിയെ സൃഷ്ടിച്ചത്. അപ്പോൾ ഇതെന്ന് മനസ്സിലാകുന്നത് ഭൂമി മനുഷ്യർക്ക് മാത്രമുള്ളതല്ല. മനുഷ്യരല്ലാത്ത ഒരുപാട് ജീവജാലങ്ങൾ ഭൂമിയുടെ അവകാശികളായിട്ടുണ്ട്. അതിനൊക്കെ ജീവിക്കേണ്ട മണ്ണാണ് ഈ ഭൂമി എന്നുള്ളത്. അത് മനുഷ്യൻ സ്വന്തമായി അവകാശപ്പെടുത്തുകയും മറ്റുള്ളവയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വിശുദ്ധ ഖുർആനിൻ്റെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതെ, ഭൂമി അതിനു വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത്. ലിൽ അനാം, സൃഷ്ടികൾക്ക്, സർവ്വ ജീവജാലങ്ങൾക്കും സർവ്വ പടപ്പുകൾക്കും വേണ്ടിയാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ സമ്പൂർണമായ സന്തുലിതാവസ്ഥയിലാണ് അള്ളാഹു ഈ ഭൂമിയെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. ഈ ഭൂമിയെ അള്ളാഹു സംവിധാനിച്ചത് അതൊരു സന്തുലിതാവസ്ഥയിലാണ്. അതിനെ കോട്ടം വെട്ടുന്ന രൂപത്തിൽ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തുണ്ടാവില്ല, ഉണ്ടാവാൻ പാടില്ല. 55-ാം അധ്യായം സൂറത്തുർ റഹ്മാനിൽ അള്ളാഹു പറയുന്നുണ്ട്, വസ്സമാഅ റഫഅഹാ വവദഅൽ മീസാൻ, ആകാശലോകത്തെ ഉപരിലോകത്തെ അവൻ ഉയർത്തിയിരിക്കുന്നു. വവദഅൽ മീസാൻ, മീസാൻ അവൻ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുന്നു. മീസാൻ എന്ന വാക്കിൻ്റെ അർത്ഥം തുലാസ് എന്നാണ്. തുലാസിൻ്റെ ഫംഗ്ഷൻ നമുക്കറിയാം. അത് സന്തുലിതമായി കാര്യങ്ങൾ ഏറ്റവും കുറച്ചിലുമില്ലാതെ തൂക്കിക്കണക്കാക്കുന്ന ഒരു ഉപകരണമാണ്. അതുകൊണ്ട് തന്നെ നീതിന്യായ വ്യവസ്ഥ നടപ്പിലാക്കുന്ന കോടതിയുടെ മുമ്പിൽ തുലാസിൻ്റെ ചിഹ്നമാണ് ഉള്ളത്. ഇവിടെ ചില മുഫസ്സിരീങ്ങൾ പറയുന്നത് ഇവിടെ മീസാൻ്റെ വിശാലമായ അർത്ഥമാണ് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അത് ഭൗതിക ലോകത്ത് നിലനിൽക്കുന്ന സന്തുലിതമായ അവസ്ഥയാണ്. എല്ലാ വസ്തുക്കളും ഈക്വലായിട്ട് സന്തുലിതമായിട്ടാണ് അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. കൃത്യമായ അളവിലും തോതിലുമാണ് അള്ളാഹു ഓരോ വസ്തുക്കളെയും സൃഷ്ടിച്ചിട്ടുള്ളത്. 15-ാം അധ്യായം ഹിജ്റിലെ 19-ാമത്തെ വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ടത്, വല്ലർള മദദ്നാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ. ഭൂമിയെ നാം പരത്തിയിരിക്കുന്നു, വിശാലമാക്കിയിരിക്കുന്നു, അതിൽ പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു. വഅംബത്നാ ഫീഹാ മിൻ കുല്ലി ഷൈഇൻ മൗസൂൻ, ഭൂമിയിൽ നിന്ന് നാം മുളപ്പിച്ചിരിക്കുന്നു എല്ലാ വസ്തുക്കളും. ഭൂമിയിൽ നിന്നും മുളച്ചു കൊണ്ടുന്ന ചെടികളിലും ജീവജാലങ്ങളിലുമൊക്കെ അതിൻ്റെ അളവ് അള്ളാഹു നിർണയിച്ചു. മൗസൂൻ വസൻ എന്നുണ്ടായതാണ്, മീസാൻ എന്നുണ്ടായതാണ്. അഥവാ അളവ് നിർണയിക്കപ്പെട്ട രൂപത്തിലാണ്. ഓരോ വസ്തുവിൻ്റെയും ഭൗതിക ലോകത്തിലെ ആവശ്യകത അനുസരിച്ച് അതിനെ യുക്തവും മിതവുമായ രീതിയിൽ, സന്തുലിതമായ രീതിയിൽ അള്ളാഹു അതിനെ സൃഷ്ടിച്ചിരിക്കുന്നു, ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നു എന്നാണ്. ലോകത്തുള്ള എല്ലാ വസ്തുക്കളും കൃത്യവും സന്തുലിതവുമായ തോതനുസരിച്ചാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. സൂറത്ത് ഹിജ്റിലെ തന്നെ 21-ാം വചനത്തിൽ അള്ളാഹ് പറയുന്നുണ്ട്, വഇൻ മിൻ ശൈഇൻ ഇല്ലാ ഇൻദനാ ഖസായിനു വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം.
വഇമ്മിൻ ഷൈഇൻ ഒരു വസ്തുവുമില്ല ഇല്ല ഇൻദനാ ഖസായിനുഹു അതിൻ്റെ ഖജനാവുകൾ നമ്മുടെ അടുക്കലാണ്. ഏതൊരു വസ്തുവാണെങ്കിലും അതിൻ്റെ തീരാത്ത ഖജനാവുകൾ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട്. പക്ഷേ അതിൽ നിന്നും മനുഷ്യർക്ക് ഭൗതിക ലോകത്തിലേക്ക് നൽകുന്നത് എങ്ങനെയാണ്? വമാ നുനസ്സിലുഹു ഇല്ലാ ബിഖദരിൻ മഅലൂം ഒരു നിശ്ചിത തോതും അളവും അനുസരിച്ചാണ് അള്ളാഹു ഭൂമിയിലേക്ക് അത് നൽകുന്നത്. ഭൂമിക്ക് ആവശ്യമുള്ള തോതിനനുസരിച്ചാണ് അള്ളാഹു ഭൂമിയിലേക്ക് ഓരോ വസ്തുക്കളെയും നൽകുന്നത് എന്നാണ്. മഴയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സൂറത്ത് മുഅ്മിനൂനിൽ പറയുന്നുണ്ട്, വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ ആകാശലോകത്തിൽ നിന്ന് അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു, മഴ ഇറക്കിത്തരുന്നു. ബിഖദറിൻ ഒരു കണക്കനുസരിച്ച്, അതിനൊരു കണക്കുണ്ട്, അതിനൊരു അളവുണ്ട് എന്നാണ്. അപ്പോൾ ലോകത്ത് എല്ലാ വസ്തുക്കളിലും അള്ളാഹു സൃഷ്ടിച്ച എല്ലാ വസ്തുക്കളിലും എല്ലാ ചേതനയുള്ളതും അചേതനായതുമായ എല്ലാ വസ്തുക്കളിലും ഒരു സന്തുലിതമായ തുല്യമായ ഒരു രൂപമുണ്ട്, ഒരവസ്ഥയുണ്ട്. ആ അവസ്ഥയ്ക്ക് നമ്മൾ മാറ്റം വരുത്താൻ പാടില്ല. അതിനെ തകിടം മറിക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാൻ പാടില്ല. ഇസ്ലാം അത് നിരോധിക്കുകയാണ്. ഒന്നാമതായി ഇസ്ലാം നിരോധിക്കുന്നത് മലിനീകരണമാണ്. എല്ലാത്തരം മലിനീകരണങ്ങളും ഇസ്ലാം നിരോധിക്കുന്നുണ്ട്. ജലം, വായു, ഖര മലിനീകരണങ്ങളെല്ലാം തന്നെ. ഇന്നിപ്പം മാലിന്യങ്ങളുടെ ഒരു കൂമ്പാരമാണ് നമ്മൾ കാണുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം, വേസ്റ്റ് മാലിന്യം, ഹോസ്പിറ്റൽ മാലിന്യം, ജൈവ മാലിന്യം, ഖരമാലിന്യം തുടങ്ങിയ എല്ലാതരം മാലിന്യങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പ്ലാസ്റ്റിക് മാലിന്യത്തെക്കുറിച്ച് പറയുമ്പോൾ ലോകത്ത് ഏറ്റവും അധികം പ്ലാസ്റ്റിക് മാലിന്യം പുറന്തള്ളുന്ന രാജ്യമായി ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നാണ്. 9.3 ദശലക്ഷം മെട്രിക് ടൺ പ്ലാസ്റ്റിക് മാലിന്യമാണ് ഇന്ത്യ പുറന്തള്ളുന്നത് എന്ന് ലീഡ്സ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ച ഒരു പട്ടികയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വേസ്റ്റ് മാലിന്യങ്ങൾ ഇന്ന് ആധുനിക കാലത്തുണ്ടായതാണ്. നമ്മളെ കമ്പ്യൂട്ടർ, മൊബൈൽ തുടങ്ങിയ ഇലക്ട്രോണിക് സാധനങ്ങളുടെ വേസ്റ്റുകളാണത്. ലോകത്ത് പ്രതിവർഷം 7 മുതൽ 10 ടൺ വരെ ഈ മാലിന്യം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. അതിൽ 300 മുതൽ 500 മില്യൺ ടണ്ണ് വരെയുള്ള വസ്തുക്കൾ, ഈ വേസ്റ്റുകൾ അപകട സാധ്യതയുള്ളതാണ്, പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളതാണെന്നാണ്. പക്ഷെ വിരോധാഭാസമെന്ന് പറയട്ടെ, ഈ വേസ്റ്റുകൾ പലതും റീയൂസ് ചെയ്യുവാൻ വേണ്ടി, വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി മാർക്കറ്റിലേക്ക് കൊണ്ടുവരപ്പെടുകയാണ്. ഈ വേസ്റ്റ് മാലിന്യങ്ങൾ മൂലമുള്ള അപകട സാധ്യതയുള്ള 28 രാജ്യങ്ങളുടെ ഒരു പട്ടിക സ്പെയിനിലെ ഒരു യൂണിവേഴ്സിറ്റി, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പഠനത്തിൽ കാണാം. ആ 28 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഖേദകരമായ വസ്തുത. നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. നമ്മുടെ മാലിന്യത്തിൽ 80% ജൈവ മാലിന്യങ്ങളാണ്. അത് സംസ്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സുകളെ അത് മലിനമാക്കുമെന്നാണ്. അതുപോലെ തന്നെയാണ് ആശുപത്രി മാലിന്യം. ഇതെല്ലാം സംസ്കരിക്കപ്പെടാതിരുന്നാൽ അതിൽ നിന്നും ഏറ്റവും അപകടകാരിയായ ആഗോളതാപനത്തിന് കാരണമായ മിഥേൻ ഉൽപ്പാദിപ്പിക്കുമെന്നാണ്. മീഥേൻ എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡിനേക്കാൾ 20 മടങ്ങ് ആഗോളതാപനം ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണെന്നാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ മാലിന്യം സംസ്കരിക്കാൻ പ്ലാന്റ് സ്ഥാപിക്കാൻ ആളുകൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഗവൺമെൻറ് പറയുന്നത് മാലിന്യം അതിൻ്റെ ഉറവിടത്തിൽ തന്നെ സംസ്കരിക്കണം എന്നാണ്. ആളുകൾ അത് ശ്രദ്ധിക്കാത്തത് കാരണമായിട്ടുണ്ടാകുന്നത് ഇത്തരം മിഥേൻ വാതകം ഉൽപ്പാദിപ്പിക്കുകയും അത് ആഗോളതാപനത്തിന് കാരണമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇസ്ലാം പറയുന്നത് ഇത്തരം എല്ലാ മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യണം എന്നാണ്. അത് പാടില്ല എന്നാണ്. പൊതു ഇടങ്ങളിലും സഞ്ചാരപാതകളിലും ജലാശയങ്ങൾക്കടുത്തുമൊന്നും തുടങ്ങിയ തുറസ്സായ സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ള തത്വം ഒരു വലിയ തത്വമാണ് അല്ലേ. ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് മലമൂത്ര വിസർജനം ചെയ്യാൻ വേണ്ടിയുള്ള ടോയ്ലറ്റുകളില്ലാത്തൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. തുറസ്സായ സ്ഥലത്താണ് ഇവർ ഈ മലമൂത്ര വിസർജനം നടത്തുന്നത്. അത് വലിയൊരു മാലിന്യമാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഇസ്ലാമിൻ്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ മാലിന്യത്തിന് ഒരു പരിഹാരമുണ്ടാകുമെന്നാണ്. ഈമാനിൻ്റെ 70 വരം ശാഖകളുണ്ടെന്ന് പറഞ്ഞിട്ട് റസൂൽ പറഞ്ഞു. വദിനാഹ ഇമാത്തല്ല, അതാ അനിത്തരിയഖ്, അതിൽപ്പെട്ട ഒരു ശാഖയാണ് ഏറ്റവും
താഴേക്കടയിലുള്ളൊരു ശാഖയാണ് എന്ത്, മനുഷ്യൻ നടന്നു പോകുന്ന റോഡുകളിൽ നിന്നും വഴികളിൽ നിന്നുമൊക്കെ മാലിന്യങ്ങൾ നീക്കം ചെയ്യുക, അത് സംസ്കരിക്കുക എന്നുള്ളത് എന്നാണ്. അപ്പോൾ മാലിന്യ സംസ്കരണം അത് വളരെ ഇമ്പോർട്ടൻ്റാണ്, വളരെ അത്യാവശ്യമാണ്. ഇസ്ലാം നിഷ്കർഷിക്കുന്നതാണ്. പരിസരങ്ങൾ ശുദ്ധിയായിരിക്കണം, ജീവിക്കുന്ന വീടും പരിസരവും ശുദ്ധിയായി ജീവിക്കണമെന്ന അള്ളാഹ്ക്ക് ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബു ത്വയ്യിബ, അള്ളാഹു നല്ലവനാണ്, നല്ലതേ സ്വീകരിക്കൂ. നളീഫുൻ യുഹിബുൻ അല്ലാഫ, അള്ളാഹു ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു, ശുദ്ധിയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു, അള്ളാഹു ശുദ്ധിയുള്ളവനാണ് എന്നാണ്. അപ്പോൾ മാലിന്യ സംസ്കരണം ഇസ്ലാം അത് പ്രോത്സാഹിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടാമത്, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ വളരെയധികം പങ്കുവഹിക്കുന്ന വനവും വൃക്ഷങ്ങളും നശിപ്പിക്കുന്നതിന് ഇസ്ലാം എതിർക്കുന്നുണ്ട്. യുദ്ധവേളയിൽ പോലും മരം നശിപ്പിക്കരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധത്തിന് ആളുകളെ പറഞ്ഞയക്കുമ്പോൾ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇൻതലിഖു ബിസ്മില്ലാ, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പോയിക്കോളി. പക്ഷേ വലാ താഖിറന്ന ഷജറത്തൻ, നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ മരം മുറിക്കരുത്. നിങ്ങൾക്ക് യുദ്ധത്തിന് തടസ്സമാകുന്ന മരങ്ങളുണ്ടെങ്കിൽ മുറിക്കാമെന്നല്ലാതെ വ്യാപകമായി മരങ്ങൾ മുറിച്ച് നശിപ്പിക്കരുത് എന്ന് പ്രവാചകൻ അവരോട് പറഞ്ഞു. മക്കാ ഹറം പരിശുദ്ധമാക്കിയപ്പം പ്രവാചകൻ പറഞ്ഞു, ലാ യുഅ്ളദു ഷജറുഹ, അവിടെയുള്ള വൃക്ഷങ്ങൾ മുറിക്കാൻ പാടില്ല, ജീവികളെ ഉപദ്രവിക്കുവാൻ പാടില്ല, അചേതന വസ്തുക്കൾ പോലും അത് എന്നൊരു ഉപദ്രവമുണ്ടാക്കുന്ന പ്രവർത്തനമുണ്ടാവരുത് എന്ന് പ്രകൃതിയെ സംരക്ഷിച്ചുകൊണ്ട് പ്രവാചകൻ പറയാൻ. അതുപോലെ തന്നെ മരം വെച്ച് പിടിപ്പിക്കുന്നതിന് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയാണ്. മാമിൻ മുസ്ലിമിൻ യഗ്റുസു ഗർസൻ ഔ യസ്റഉ സർഅൻ ഫയഅകുലു മിൻഹു തയ്റുൻ ഔ ഇൻസാൻ ഔ ബഹീമ ഇല്ലാ കാന ലഹു ബിഹി സദഖന. ഒരാൾ ഒരു ചെടി വെച്ച് പിടിപ്പിച്ച് അല്ലെങ്കിൽ ഒരു കൃഷി നടത്തി അതിൽ നിന്ന് പക്ഷികൾ തിന്നുപോവുക, മനുഷ്യൻ തിന്നുക, അല്ലെങ്കിൽ മൃഗങ്ങൾ തിന്നുക, ഇതൊക്കെ അവന് കൂലി കിട്ടുന്ന കാര്യങ്ങളാണ്. കാരണം അവൻ്റെ പ്രവർത്തനം കൊണ്ടാണ് ഇവകളൊക്കെ ഭക്ഷണം ലഭിച്ചത് എന്നുള്ളതാണ്. ഇങ്ങനെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുവാൻ ഇസ്ലാം വളരെയധികം പ്രോത്സാഹനം നൽകുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രവുമല്ല, അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് കുറക്കാൻ വൃക്ഷങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ്. പുൽച്ചെടികൾ മുതൽ വടൽവൃക്ഷങ്ങൾ വരെ മനുഷ്യന് ആവശ്യമായ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് വിടുന്നുണ്ട് എന്നാണ്. ആ മരങ്ങൾ നൽകുന്ന ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലാണ്. ഒരു മരം അതിൻ്റെ ദീർഘമായ ആയുസ്സിൽ പ്രകൃതിക്കും മനുഷ്യന് നൽകുന്ന ഓക്സിജന് അത് തുടങ്ങിയ മറ്റ് സേവനങ്ങൾക്കൊരു വിലയിടുകയാണെങ്കിൽ, ഒരു കാശ് കണക്കാക്കുകയാണെങ്കിൽ ഏകദേശം 35-40 ലക്ഷം രൂപയോളം വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇപ്പം മഴക്കാലം തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ വൃക്ഷത്തൈകളൊക്കെ വെച്ച് പിടിപ്പിക്കേണ്ട കാലഘട്ടമാണ്. അതൊരു തൈ നമ്മൾ വെച്ച് പിടിപ്പിക്കുമ്പോൾ അതൊരു സദഖത്തുൻ ജാരിയയാണ്, ഒരു അനശ്വരമായ സദഖയാണ്. നമ്മൾ മരിച്ചാലും മരങ്ങൾ കുറേ കാലം ജീവിക്കും. അത് നൽകുന്ന പല വൃക്ഷങ്ങളുടെ ഒക്കെ ഫലം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുമെന്നാണ് അല്ലേ. പക്ഷികൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒക്കെ അതിൽ നിന്നും വിഭവങ്ങൾ ലഭിക്കും. അത് നമുക്ക് പ്രതിഫലമാണ്. അതുപോലെ തന്നെ കൃഷി ചെയ്തുകൊണ്ട് ഭൂമിയെ ജീവിപ്പിക്കുക, ഭൂമിയെ മരിപ്പിക്കരുത്. ഇഹിയാ ഉൽ അർള് എന്ന ഭൂമിക്ക് ജീവനം നൽകുക, അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അപ്പോൾ ഇങ്ങനെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഇസ്ലാമിൽ കാണുവാൻ സാധിക്കും. ഇസ്ലാം പരിസ്ഥിതിയോട് പ്രകൃതിയോട് പൊരുത്തപ്പെട്ടു പോകുന്ന മതമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളത് അത് അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. ആരും അവനെ നിർബന്ധിക്കേണ്ടി വരില്ല. അവൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ മനസ്സിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രചോദനമാണ് ഈ പരിസ്ഥിതിയുടെ സംരക്ഷണം എന്നാണ്. അതുകൊണ്ട് വിശ്വാസികളായ നമ്മൾ പ്രകൃതിക്ക് വിരുദ്ധമായ പരിസ്ഥിതിക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത് എന്ന് ഖുർആൻ്റെ നിർദ്ദേശമാണ്, അള്ളാൻ്റെ നിർദ്ദേശമാണ്. ആ നിർദ്ദേശം ജീവിതത്തിൽ പാലിക്കുവാൻ നമ്മൾ തയ്യാറാവണം. അത് ഈ പ്രകൃതിക്കും ഭൂമിക്കും അനിവാര്യമാണ്. മാത്രമല്ല നമുക്ക് പ്രതിഫലം കിട്ടുന്ന പ്രവർത്തനമാണ്. അപ്പോൾ ഇത്തരം ആത്മാർത്ഥമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുവാൻ നമ്മൾ പരിശ്രമിക്കണം. റബ്ബ് തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധങ്ങൾ,
പോരായ്മകൾ എല്ലാം പരിഹരിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ ഇടയിൽ രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹ് ഷിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ നമ്മുടെ ബന്ധുമിത്രാദികൾ, മാതാപിതാക്കൾ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.